നമസ്കാരം. ഫോക്കസ് ഏരിയയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കടക്കാം. ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്നൊരു അധ്യായമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗണിതശാസ്ത്രത്തിലെ വളരെ പ്രാധാന്യമേറിയ ഒരു മേഖലയാണ് ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്ന് പറയുന്നത്. നമ്മൾ ഭാവിയിലേക്ക് പഠിച്ചു പോകുമ്പോഴും ഇത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മാത്സ് മുൻപോട്ട് പഠിച്ചു പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന്റെ അടിത്തറയാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന് ഓർമ്മ വേണം. അതിലെ തന്നെ വളരെ ചെറിയൊരു ഭാഗം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുന്നത് കൊണ്ട് നമുക്ക് അതിലൊരു ചെറിയ ഭാഗം മാത്രമേ അറ്റൻഡ് ചെയ്ത് പോകേണ്ട ആവശ്യമുള്ളൂ. ഏതൊക്കെയാണത്? ട്രയാങ്കിൾസ് വിത്ത് ആംഗിൾസ് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. Then new measures of angles sine and cosine, distance and heights. അല്ലെങ്കിൽ ട്രയാങ്കിൾസ് വിത്ത് ആംഗിൾസ്, ത്രികോണങ്ങൾ, മട്ടത്രികോണങ്ങൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ഉള്ളതും 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഉള്ളതുമായ മട്ടത്രികോണങ്ങളെ കുറിച്ചും, പിന്നെ പുതിയതായിട്ടുള്ള ആംഗിൾസ് സൈൻ, കൊസൈൻ, പുതിയ ആംഗിൾ മെഷേഴ്സ് ആണ് കോണളവുകൾ സൈനും കൊസൈനും. ദെൻ അകലവും ഉയരവും, അതും 30, 60, 90, 45, 45, 90 ഉള്ള മട്ടത്രികോണങ്ങളെ കുറിച്ച് മാത്രം. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് കൈകാര്യം ചെയ്തു പോവാം. ഒന്നാമത്തെ ട്രയാങ്കിൾസ് വിത്ത് ആംഗിൾസ് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. 45, 45, 90 ഡിഗ്രിയുള്ള മട്ടത്രികോണത്തിന്റെ പ്രത്യേകത, അവയുടെ വശങ്ങളുടെ പ്രത്യേകത. ഈ ട്രയാങ്കിൾ നോക്കാം. ABC എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളില് ഈ ആംഗിൾ A 45 ഡിഗ്രി, ആംഗിൾ C 45 ഡിഗ്രി ആണ് എങ്കിൽ 45 ഓപ്പോസിറ്റ് 1, 45 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 90 ഓപ്പോസിറ്റ് √2 ആയിരിക്കും. എങ്ങനെ, എന്തുകൊണ്ട് എന്നെല്ലാം നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് എടുത്തപ്പോൾ ഉള്ള ക്ലാസ്സുകളിൽ വിശദമാക്കിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സുകൾ സൗകര്യം പോലെ കാണുക കേട്ടോ. അപ്പോ 1, 1 √2 ഇതായിരിക്കും 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾ മെഷേഴ്സ് ഉള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ. അതായത് 45 ഡിഗ്രിക്കെതിരെ 1 ആണെങ്കിൽ 45 ഡിഗ്രിക്കെതിരെ 1 ആയിരിക്കും. 90 ഓപ്പോസിറ്റ് √2 ആയിരിക്കും. 1:1:√2. ഇനി 45 ഡിഗ്രിക്കെതിരെ 2 ആണെങ്കിൽ ഈ 45-നെതിരെയും 2 ആയിരിക്കും. ഇത് 2√2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കത് വിശദമായിട്ട് ടേബിൾ വരച്ച് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വശത്തിന്റെ നീളം തന്നിട്ട് മറ്റു 2 വശങ്ങളുടെ നീളങ്ങൾ എത്രയെന്ന് കാണുക വളരെ അത്യാവശ്യമുള്ളതാണ്, പ്രത്യേകിച്ച് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുന്ന നമുക്ക്. അതുകൊണ്ട് അത് ടേബിൾ വരച്ച് തന്നെ നമുക്ക് കണ്ട് ചെയ്ത് പഠിക്കാം. ഇനി അടുത്തതായിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ PQRല് ആംഗിൾ Q 90 ഡിഗ്രിയും ആംഗിൾ P 60 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ R 30 ഡിഗ്രി ആയിരിക്കും. 30, 60, 90 ഡിഗ്രിയുള്ള മട്ടത്രികോണത്തെ കുറിച്ചാണ്. 30, 60, 90 ഡിഗ്രിയുള്ള മട്ടത്രികോണത്തിന്റെ വശങ്ങൾ 30-നെതിരെ 1 ആണെങ്കിൽ 60-നെതിരെ √3യും 90 ഓപ്പോസിറ്റ് 2 ആയിരിക്കും. 1:√3:2 ആയിരിക്കും റേഷ്യോ. മനസ്സിലായോ? 30-നെതിരെ 1 ആണെങ്കിൽ 60-നെതിരെ √3ഉം 90-നെതിരെ 2 ആയിരിക്കും. 1:√3:2. അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2√3, ഇവിടെ 4 ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ ഇതുപോലെ ഒരു അളവ് തന്നാൽ മറ്റളവുകൾ കാണുന്നത് എങ്ങനെ എന്നുള്ളതും അത് കണ്ടെത്താനും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം. നമുക്ക് അതൊന്ന് പട്ടികപ്പെടുത്തി നോക്കാം. കൂട്ടുകാരെ, നമുക്കപ്പോ പ്രോബ്ലംസ് ഓരോന്ന് ചെയ്ത് നോക്കാം. ആദ്യം പറഞ്ഞു, ഒരു ടേബിള് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഒരു പ്രോബ്ലം തന്നാൽ ആ പ്രോബ്ലത്തില് തരുന്ന വാല്യൂസിനനുസരിച്ച് വാല്യൂസ് കണ്ടെത്താനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ 45, 45, 90 അളവുകളുള്ള ഡിഗ്രി മെഷേഴ്സ് ഉള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഇതിനൊരു പേരുണ്ടല്ലോ, ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, സമപാർശ്വ മട്ടത്രികോണം എന്നൊരു പേരുണ്ട്. ഓക്കെ, അപ്പോ 45, 45, 90 ഉള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 1:1:√2 എന്ന് നമ്മൾ പഠിച്ചു.
1:1:√2 എന്ന് വെച്ചാൽ 45 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 45 ഓപ്പോസിറ്റ് 1 ഹൈപ്പോട്ടന്യൂസ് √2 ആയിരിക്കും. ആ രീതിയിൽ ഈ പട്ടിക ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. In the figure, ABC is a right angled triangle with angle B 90 degree, angle A and angle C 45 degree. Then, if AB is equal to 3, AB 3 ആണെങ്കിൽ BC എത്ര, AC എത്ര? നിങ്ങൾ സാധിക്കുമെങ്കിൽ ഈ പട്ടിക ഒന്ന് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ചെയ്തിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യാം. ഇപ്പോൾ AB 3 ആണെങ്കിൽ, AB എന്ന് പറയുന്നത് ഇതല്ലേ, ഈ ലെങ്ത് 3 ആണെങ്കിൽ എന്നാണ് ചോദ്യം. AB 3 ആണെങ്കിൽ നമ്മുടെ റേഷ്യോ 1:1:√2 എന്നാണ് നമ്മൾ എഴുതിയത്. റേഷ്യോ എന്താണ്? 1:1:√2. 45 ഓപ്പോസിറ്റ് ആണ് AB, അത് 1 ആണെങ്കിൽ BC എന്ന് പറയുന്നതും 45 ഓപ്പോസിറ്റ്, അത് 1 ആയിരിക്കും. AC എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് √2 ആയിരിക്കും. ആ രീതിയിൽ ഇത് 3 ആണെങ്കിൽ ഇതും 3, ഓക്കെ അല്ലേ? ഇത് 5 ആണെങ്കിൽ ഇതും 5, ഓക്കെ. ഇവിടെ 8 ആണെങ്കിൽ ഇതും 8, ഇത് 7 ആണെങ്കിൽ ഇതും 7. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് 45, 45, 90. ഒരു പ്രോബ്ലം തരുമ്പോൾ എഴുതേണ്ടത് 45, 45, 90 എന്ന് എഴുതിയിട്ട് 1:1:√2 എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ചോദ്യത്തിലേക്ക് നോക്കണം. ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന പോലെ BC 8 ആണെങ്കിൽ, ഇവിടെ 8 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 45 ഓപ്പോസിറ്റ് ആണ് 8, അപ്പൊ ഇവിടെ 8 എഴുതുക. 45 ഓപ്പോസിറ്റ് ആണ് 8 എഴുതുക. എന്നിട്ട് 1 ആണെങ്കിൽ 8, 1ന്റെ അടുത്ത് 8, 1 8 1 1, അപ്പൊ 8 ഇവിടെ 1 90 ഓപ്പോസിറ്റ് √2 എന്ന് വെച്ചാൽ 1√2, ഇവിടെ 8√2. ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? ഇനി ചോദ്യത്തിൽ തരുന്നത് ഇതുപോലെയാണെങ്കിൽ AC 11√2 എന്നാണ് തരുന്നതെങ്കിൽ, AC 11√2 എന്ന് തന്നിരിക്കുന്നു. AC 11√2, AC എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഓപ്പോസിറ്റ്. ഇവിടെ 11√2 എന്നാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം. എങ്ങനെ? ഇവിടെ 1 ആണെങ്കിൽ 1√2, ഇവിടെ √2 ആണെങ്കിൽ ഇവിടെ 1. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ √2 ആണ് ചെയ്യേണ്ടത്. 11√2 √2 എന്ന് വെച്ചാൽ എത്രയോ? 11. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയല്ലേ ഇവിടെ 11. അങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകേണ്ടത്. നോക്കുക. അപ്പൊ ഇവിടെ 3, ഇവിടെ 3, ഇവിടെ എത്ര ആയിരിക്കും? അപ്പോ 3√2. ഇവിടെ 5, ഇവിടെ 5√2. കണ്ടോ? 8, ഇവിടെ 8√2. 7, 7√2. കണ്ടോ? 7 കിട്ടിയല്ലോ. ഇനി ഇവിടെ ആണെങ്കിൽ 11√2 എന്നാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ എത്രയാണോ അത് √2 ചെയ്യുമ്പോഴാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 11√2 √2 ചെയ്താൽ കിട്ടുന്ന 11 ഇവിടെ, ഇവിടെയും 11. ഓക്കെ. ഇവിടെ 9 ആണെങ്കിലോ? ഇവിടെ 9 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് √2 ചെയ്യണം. അത് തന്നെയായിരിക്കും ഇവിടെയും 9/√2. മനസ്സിലായല്ലോ? ഇനി ഇവിടെ √2 തന്നെ വരണമെന്നില്ല. √3 എന്നാണെങ്കിലോ ഈ ക്വസ്റ്റ്യനില് ഇവിടെ തരുന്നത് 5√3 എന്ന് തന്നിരിക്കുകയാണ്. ഇവിടെ AC എന്നത് 90 ഓപ്പോസിറ്റ് 5√3 എന്നാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് എഴുതണം? യെസ്, 5√3/√2. ഇവിടെ എന്താണോ അത് √2, 5√3/√2 എന്ന് എഴുതണം. അപ്പൊ ഇങ്ങനെ 45, 45, 90യുടെ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് 30, 60, 90യിലേക്ക് കടക്കാം. Angles of a right angled triangle are 30 degree, 60 degree and 90 degree. Then sides are in the ratio 1:√3:2. ഓർമ്മ വേണം, 30 degree, 60 degree, 90 degree ആണെങ്കിൽ sides are in the ratio എന്ന് വെച്ചാൽ 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് √3ഉം 90യുടെ ഓപ്പോസിറ്റ് 2ഉം ആയിരിക്കും. 1:√3:2. അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2√3 4 ആയിരിക്കും. ഓക്കെ. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 ആണെങ്കിലോ ഇവിടെ 2 ആണെങ്കിൽ നേരെ പകുതി ഇവിടെ വരും. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എത്ര? 5/2 ആയിരിക്കും. ഇവിടെ 5/2 ആണെങ്കിൽ എന്താണോ അത് ഇൻറ്റു √3 ആണ് ഇവിടെ 5/2 √3. അങ്ങനെയാണ് നമ്മൾ സൈഡ്സ് കണ്ടുപിടിക്കുന്നത്. ഉദാഹരണത്തിന്
ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 30, 60, 90 ഉള്ള തന്നിട്ട് പറയുകയാണ് ഇൻ ട്രയാങ്കിൾ എ ബി സി വിത്ത് ആംഗിൾ B90 AC ഈസ് 12 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക 90യുടെ ഓപ്പോസിറ്റ് ആണ് 12. അപ്പൊ ഇവിടെ 12 എഴുതുക. 30, 60, 90 1√3 2 എഴുതിയിട്ട് 90യുടെ ഓപ്പോസിറ്റ് 12 എഴുതുക. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1 ആയതുപോലെ 12 ആണെങ്കിൽ ഇവിടെ 6 ആകും. ഇവിടെ ഒന്ന് കിട്ടിയാൽ ഇൻറ്റു √3 ഇത് ഇവിടെ എഴുതുന്ന പോലെ 6√3 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾ ഉണ്ടാക്കുക. അപ്പൊ നോക്കുക, ഇവിടെ ഈ ട്രയാങ്കിൾ എ ബി സി സൈഡ്സ് ആർ ഗിവൺ. എ ബി 5 എന്ന് തന്നിരിക്കുന്നു. എ ബി 5. എ ബി എന്ന് പറഞ്ഞാൽ ഏതാ? 30യുടെ ഓപ്പോസിറ്റ് ആണ്, 1 ആയിരിക്കണ്ടേ. ദെൻ ബി സി എന്നത് 60യുടെ ഓപ്പോസിറ്റ് ആണ്, √3 ആയിരിക്കണം. എ സി എന്ന് പറയുന്നത് 90യുടെ ഓപ്പോസിറ്റ് ആണ്, 2 ആയിരിക്കണം. 1:√3:2. അപ്പൊ നമ്മള് 1√3 2 എന്ന് എഴുതി വെക്കുക ആദ്യം. എന്നിട്ട് 30യുടെ ഓപ്പോസിറ്റ് എ ബി എന്നത് 30യുടെ ഓപ്പോസിറ്റ് 5 എന്ന് തന്നിരിക്കുന്നു എങ്കിൽ ബാക്കി എത്ര എന്ന് കണ്ടുപിടിക്കാൻ 5 1 ആണെങ്കിൽ ഇവിടെ 1√3, 5 ആണെങ്കിൽ 5√3, 5 ആണെങ്കിൽ ഇരട്ടി 10, 1 ആണെങ്കിൽ 2 ആയതുപോലെ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി എഴുതാലോ. ഇവിടെ 4√3 ആണെങ്കിൽ ഇവിടെ വരുമ്പോ എന്ത് പറ്റും? 1√3 എന്നുള്ള 1 ആയി. അതുപോലെ 4√3 എന്നുള്ളത് 4√3/√3 ചെയ്യുമ്പോഴാണ് ഇവിടെ വരിക 4 വരും. മനസ്സിലായോ? 4 × √3 ആണ് 4√3. ഇവിടെ നിങ്ങോട്ട് വരുമ്പോൾ /√3. ഇതിന്റെ ഇരട്ടിയാണ് ഇവിടെ എഴുതുക 8. മനസ്സിലായല്ലോ? ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എത്ര വരും പറഞ്ഞേ? 3 വരും. ഇതിന്റെ പകുതിയാണ് ഇവിടെ. ഓക്കെ, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3√3 എന്ന് വരും. ഇനി ഇവിടെ 9 ആണെങ്കിലോ? 9 ആണെങ്കിൽ ഇവിടെ വരുമ്പോ എന്ത് എഴുതും? /√3 ഇട്ട് എഴുതുക. 9/√3. നമുക്ക് 9/√3 പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് സിംപ്ലിഫൈ ഒക്കെ ചെയ്യാം. എങ്ങനെയാ? 9/√3 എന്ന് പറയുന്നതിന്റെ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യണം. അതായത് താഴെ √3 ആണ്, മുകളിലും താഴെ ഇൻറ്റു √3/√3 ചെയ്യുക. അപ്പൊ എന്ത് പറ്റും? 9√3/√3 × √3 3 ആകും. ഇത് കട്ട് ചെയ്ത് 3, നമുക്ക് ആൻസർ 3√3 എന്നൊക്കെ കിട്ടും. സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമാകാം. ഓക്കെ, ദെൻ ഇവിടെ 9/√3 ആണ്, ഇവിടെയോ അതിന്റെ ഇരട്ടി 9/√3 3√3 എന്ന് എഴുതി. നമുക്ക് 3√3 എന്ന് എഴുതുകയാണെങ്കിൽ ഇവിടെ എത്ര വരും? അതിന്റെ ഇരട്ടി 6√3 ആവും. ഇനി അടുത്തത് 7 ആണെങ്കിലോ? ഇവിടെ എത്രയാണോ അതിന്റെ ഹാഫ് ആണ് ഇവിടെ. അപ്പൊ 7 ആണെങ്കിൽ ഇവിടെ 7/2 എന്ന് എഴുതാം. ഇവിടെ എന്താണോ അത് ഇൻറ്റു √3 ആണ് ഇവിടെ. അപ്പൊ 7/2√3 എന്ന് ഇവിടെ എഴുതാം. ഇവിടെ 11 ആണെങ്കിൽ ഇവിടെ 11√3. ഇവിടെ 11 ആണെങ്കിൽ ഇവിടെ അതിന്റെ ഇരട്ടി 22. 1:√3:2. പിടിയിട്ടല്ലോ? ഇനി ഇവിടെ 3√3ക്ക് പകരം നിങ്ങൾക്ക് 3√2 എന്നാണെങ്കിലോ? 3√2 എന്നാണെങ്കിലോ ഇവിടെ വരുമ്പോൾ അത് /√3 എന്ന് എഴുതിയാൽ മതി. 3√2/√3 കേട്ടോ. 3√2/√3. 3√2/√3 എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. എന്തു ആയിക്കോട്ടെ. ഇനി അതിന്റെ ഇരട്ടിയാണ് ഇവിടെ. അപ്പൊ എന്ത് വരും? 3√2/√3യുടെ ഇരട്ടി എന്ത് വരും? 3യുടെ ഇരട്ടി 6√2/√3 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അങ്ങനെയാണ് 30, 60, 90 ഡിഗ്രി ഉള്ള ടേബിള് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കും. ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് പാരലോഗ്രാം, ഏരിയ ഓഫ് റോംബസ് ആകാം, അല്ലെങ്കിൽ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസിലും ഇതേ റേഷ്യോ തന്നെ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ട്രിഗണോമെട്രിക് റേഷ്യോസ് നമ്മൾ വിശദമായിട്ട് പഠിച്ചാണ്. സൈൻ, കോസ്, ടാൻ, കൊസീക്ക, സീക്ക, കോട്ട് ഇവയായിരുന്നു ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് നമ്മൾ നന്നായിട്ട് പഠിച്ചു പോയതാണ്. നമുക്ക് എക്സാമിന് വേണ്ടി തൽക്കാലം സൈൻ, കോസ് എന്നീ 2 ട്രിഗണോമെട്രിക് റേഷ്യോസ് മാത്രം നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ 1 ആംഗിൾ ഇസ് 90 ഡിഗ്രി, ആംഗിൾ ബി സിക്കൽ 90 ഡിഗ്രി. നമ്മൾ പരിഗണിക്കുന്ന ആംഗിൾ ഏതാണോ, ഇപ്പോൾ ആംഗിൾ സി ആണ് പരിഗണിക്കുന്നതെങ്കിൽ ആ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശത്തെയാണ് ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം എന്ന് വിളിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എന്ന് വിളിക്കുക, എതിർവശം എന്ന് വിളിക്കുക, എതിർവശം. ഇനി ആ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളില് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിളിന്റെ
അരികിലുള്ള വശം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം. സമീപവശം എന്ന് വിളിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏതാണോ കൺസിഡർ ചെയ്യുന്നത്, പരിഗണിക്കുന്ന കോൺ ഏതാണ്, 90 ഡിഗ്രി അല്ല, മറ്റു രണ്ട് കോണുകളിൽ ഏതാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ എതിരെയുള്ള വശത്തെ നമ്മൾ എന്ത് വിളിക്കും? ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എതിർവശം എന്ന് വിളിക്കും. സമീപമുള്ള അഡ്ജസന്റ് ആയിട്ടുള്ള വശത്തെ അഡ്ജസന്റ് സൈഡ് എന്ന് വിളിക്കും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ആംഗിൾ ആണെങ്കിൽ, ഓക്കെ, ആംഗിൾ എ ആണെങ്കിൽ എതിർവശം എന്ന് പറയേണ്ടത് BC ആയിരിക്കണം. ഇതായിരിക്കണം എതിർവശം. അഡ്ജസന്റ് സൈഡ് എന്ന് പറയേണ്ടത് ഇതായിരിക്കണം. സമീപവശം എന്ന് പറയുന്നത് ഇതായിരിക്കണം. ഓപ്പോസിറ്റ് ഇതും ഇതും. മനസ്സിലായല്ലോ? ആ കൺസെപ്റ്റ് മനസ്സിലാക്കണം, നല്ല പോലെ മനസ്സിലാക്കുക. തന്നിരിക്കുന്ന ആംഗിളിന്റെ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് എന്നും അടുത്ത് കിടക്കുന്ന അഡ്ജസന്റ് സൈഡ് എന്നും തന്നെ പറയണം. എങ്കിലാണ് നമ്മൾ ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് രണ്ടെണ്ണം അത് വെച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നത്. സൈൻ എന്ന് പറയുന്നത് ഈ ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് വിളിക്കുകയാണ്. നമ്മൾ ഒരു ആംഗിൾ എത്ര ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി എന്തെങ്കിലും ഒരു ആംഗിൾ തന്നിരിക്കുകയാണെങ്കിൽ ആ ആംഗിളിനെ ജനറൽ ആയിട്ട് നമ്മൾ എക്സ് എന്നൊക്കെ ഓൾജിബ്രയിൽ പറയുന്ന പോലെ ഇവിടെ തീറ്റ എന്ന് വിളിക്കാം. അപ്പൊ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? എതിർവശം ബൈ കർണമാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സമീപവശം ബൈ കർണം. ഈ രണ്ട് ട്രിഗണോമെട്രിക് റേഷ്യോസുമാണ് തറമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കട്ടെ, സൈൻ എ എന്തായിരിക്കും? സൈൻ എ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് BC ബൈ AC. ഓക്കെ, ഇനി കോസ് എ എന്തായിരിക്കും? കോസ് എ എന്ന് പറഞ്ഞാൽ എയുടെ എ ആണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് സമീപവശം ഇതായിരിക്കണേ. എയുടെ സമീപവശം ഇതാണ്, AB ബൈ AC. ഇനി സൈൻ സി എന്തായിരിക്കും? സൈൻ സി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് AB ബൈ AC ആയിരിക്കും. കോസ് സി എന്ന് പറയുന്നത് BC ബൈ AC ആയിരിക്കണം. കിട്ടിയല്ലോ ഐഡിയ? ഇനി ഇതോടെ കൂടെ തന്നെ നമ്മൾ 30, 45, 60 ഡിഗ്രി ഉള്ള മെഷേഴ്സ് ഉള്ള സൈനും കോസും കൂടെ കാണണം. സൈൻ 30 കാണാതെ പഠിച്ചു നോക്കണ്ടാണ്. ഈ ടേബിൾ, ചെറിയൊരു ടേബിൾ കാണാതെ പഠിച്ചു നോക്കണം. സൈൻ 30യുടെ വാല്യൂ എത്ര? 1/2. സൈൻ 45 1/√2. സൈൻ 60 √3/2. അതുപോലെ കോസ് 30 √3/2, കോസ് 45 1/√2, കോസ് 60 1/2. 1/2 1/√2 √3/2, √3/2 1/√2 1/2. അങ്ങനെ കാണാതെ പഠിക്കുക. അപ്പോൾ ഏത് വിലയ്ക്കാണ് സൈനും കോസും, എത്ര ഡിഗ്രിക്കാണ് സൈനും കോസ് വാല്യൂസ് ഈക്വൽ ആവുന്നത്? 45 ഡിഗ്രിക്ക്, 45 ഡിഗ്രിയില്. അതുപോലെ തന്നെ ഇതിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉദാഹരണത്തിന് സൈൻ സി 60 ഡിഗ്രി ആണെന്ന് തന്നിരിക്കുന്നു. സൈൻ സി അല്ല, സി ആംഗിൾ സി 60 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. ഓക്കെ, സി 60 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. കൂടാതെ AB-യുടെ വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ തന്നിരിക്കുന്നു. എങ്കിൽ BC എത്ര, AC എത്ര എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ ചെയ്യാം? സൈൻ സി എന്താണ്? സൈൻ 60. സൈൻ 60 എത്രയാണ്? √3/2. So √3/2 is equal to എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഏതാണ് ഓപ്പോസിറ്റ് സൈഡ്? AB ബൈ ഹൈപ്പോട്ടന്യൂസ് AC ആണ്. ഇതിൽ AB എന്ന് പറയുന്ന 10 ആണ്. √3/2 is equal to 10/AC. ഇതിൽ നിന്ന് AC കണ്ടുപിടിക്കാം. എങ്ങനെ? AC into √3, √3AC, √3AC is equal to 10 into 2 20. Therefore AC കാണാൻ ഈ √3 ഇവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെയുള്ള പ്രോബ്ലംസിനൊക്കെ നമുക്ക് ഈ ടേബിൾ അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒന്നുകൂടെ പറയുകയാണ്. A എന്ന ആംഗിള് 45 ഡിഗ്രിയാണ്. A എന്നത് 45 ഡിഗ്രി എന്ന് പറയുക. Then BC is equal to 10 സെന്റിമീറ്റർ. BC ആണ് 10 സെന്റിമീറ്റർ. എങ്കിൽ ഇതെത്ര? ഇതിന് നമ്മൾ ഈ റേഷ്യോയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം എന്താണ്? 45 ഓപ്പോസിറ്റ് 10 എങ്കിൽ ഇവിടെയും 45 തന്നെയല്ലേ? 45 45 90 10 ഇവിടെയും 10 ആയിരിക്കും. ഇവിടെ 10√2 ആയിരിക്കും. 1:1:√2. ആ രീതിയിലും വരാം കേട്ടോ. നമ്മൾ ടേബിൾ വരച്ചിട്ട് ആ രീതിയിലും വരാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേട്ടോ. ഈ 30 60 90 30 60 90 എന്ന് എഴുതിയിട്ട് ഈ 60 ഓപ്പോസിറ്റ് 10 ആയിരുന്നു. അപ്പോൾ ഇതെത്ര? ഇത് 1:√3:2 അല്ലെ? 1:√3:2. അപ്പൊ ഇവിടെ എത്രയായിരിക്കും?
10/√3 ആയിരിക്കും. ഇവിടെ അതിന്റെ ഇരട്ടി എത്ര 20/√3 ആയിരിക്കും. നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ? അപ്പൊ ഈ ടേബിൾ ഉപയോഗിച്ചും കാണാം, അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടേബിളിൽ കൂടിയും കാണാം. എന്തായാലും ഈ ടേബിളും ആ ടേബിളും ഒക്കെ വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് തറമായിട്ട് പഠിച്ചിട്ട് വരിക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലംസ് ചെയ്യാം. കൂടുതൽ പ്രോബ്ലംസ് നമ്മുടെ പഴയ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ മാർക്കിന് വേണ്ടി അതും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്കും കൂടെ തരാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.